യെശയ്യാ പ്രവചനം 21 അധ്യായത്തിൻ്റെ 11 വാക്യം. ധൂമയെക്കുറിച്ചുള്ള പ്രവാചകം. കാവൽക്കാര രാത്രി എന്തായി, കാവൽക്കാര രാത്രി എന്തായി എന്ന് ഒരുത്തൻ സെയീരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. കാവൽക്കാരൻ കൊടുത്ത മറുപടി, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിച്ചുകൊള്ളുവീൻ, പോയി വരുവീൻ എന്ന് പറഞ്ഞു. വീണ്ടും ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. റോമാലേഖനം 13 അധ്യായത്തിൻ്റെ 12 വാക്യം. രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയുള്ള ഒരു പ്രഭാതത്തെ കാണുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ ഏതാണ്ട് 90% ജനങ്ങളും അന്ധകാരത്തിൻ്റെ കൊടുങ്കാറ്റ് വീശി അതിൽ കിടന്ന് ഉലയുകയാണ്. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ. ഒരുപക്ഷെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടിയുള്ള അസമാധാനമായിരിക്കില്ല. എന്നാൽ ആഹാരത്തിനു വേണ്ടിയും നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ഇപ്പോഴുണ്ട്. സാഹചര്യങ്ങൾ അങ്ങനെയുള്ള ഒരു കഷ്ടതയുടെ നടിച്ചുഴിയിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു. എന്നാൽ വേറൊരു കൂട്ടം യൗവനക്കാർ ഭാവി എന്താകും, അവരെങ്ങനെയാണ് അവരുടെ ഭാവി കെട്ടിപ്പടുക്കുന്നത്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്യും? ആഹാരത്തിന് വേണ്ടിയല്ല, ഭാവി എന്താകും? എത്ര നാൾ ഈ നിശബ്ദത? അവർ പോകുന്നിടത്തെല്ലാം നിശബ്ദതയാണ്, അനക്കമില്ലായ്മ. ചോദിച്ചിട്ടും ആരും മറുപടി കൊടുക്കുന്നില്ല. അവരുടെ ബുദ്ധിയിലും ജ്ഞാനത്തിലും കൂടെ ഒക്കെ നോക്കി. ഭരണകർത്താക്കളിന്മേൽ അവർ കണ്ണുയർത്തി നോക്കി. ബുദ്ധിമാന്മാരിൽ നിന്ന് മറുപടി ലഭിക്കുമെന്ന് വിചാരിച്ച് അവരോട് ചോദിച്ചു, ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചു, പണ്ഡിതന്മാരോട് ചോദിച്ചു, ഉപദേഷ്ടാക്കന്മാരോട് ചോദിച്ചു. എങ്ങൊന്നും മറുപടിയില്ല, ആർക്കും അറിയില്ല. എത്ര നാൾ ഈ അന്ധകാരം തുടരും? എപ്പോഴാണ് ഇതിനൊരവസാനം ഉണ്ടാവുക? ഒടുവിൽ ആ ജനങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു. ദേശത്ത് കാവൽക്കാരുണ്ട്, ആ കാവൽക്കാരോട് ചോദിക്കാം. ആരാണ് ഈ കാവൽക്കാർ? ദൈവം ദേശത്തിന്മേൽ കാവൽക്കാരെ ആക്കിയിട്ടുണ്ട്. മരുഭൂമിയിലെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എൻ്റെ പ്രിയന് മനോഹരമായ ഒരു മുന്തിരിത്തോട്ടം മരുഭൂമിയിൽ ഉണ്ടായിരുന്നു. അതിന് ചുറ്റും വേലി കെട്ടി, ചക്ക് കുഴിച്ചിട്ടു, ജോലിക്കാരെയാക്കി. അതിനുശേഷം ഗോപുരത്തിൽ ജാഗരിക്കുവാൻ കാവൽക്കാരെയാക്കി. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ മനുഷ്യർ, ലോകം കാവൽക്കാരായി കാണുന്നു. അവരോട് ലോകം വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം, കാവൽക്കാരാ രാത്രി എന്തായി? എപ്പോഴാണ് രാത്രി തീരുന്നത്? ഈ രാത്രിക്ക് ഒരു അവസാനമില്ലേ? ഒരു രാത്രി കഴിഞ്ഞ് വേറൊരു രാത്രി. ഇതാ രാത്രികൾ തന്നെ രാത്രികൾ. അവരുടെ ജീവിതത്തിൽ പല രാത്രികളും കണ്ടു. പക്ഷെങ്കിൽ ഈ രാത്രിയുടെ ദൈർഘ്യത്തെക്കുറിച്ച് അവർക്കൊരു ബോധ്യമില്ല, ഒരു ജ്ഞാനമില്ല. അങ്ങനെ കാവൽക്കാരോട് ചോദിക്കുന്നതായ ഒരു ചോദ്യം, പ്രാർത്ഥിക്കുന്ന ജനങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, പ്രകാശം കണ്ടിട്ടുള്ളവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, രാത്രി എന്തായി? ഒരു മറുപടി കാവൽക്കാരുടെ മുൻപിൽ കാണണം. ദൈവത്തിന് സ്തോത്രം. എന്താണ് ധൂമ എന്ന് പറഞ്ഞാൽ? എബ്രായ ഭാഷയിൽ ധൂമ എന്നുള്ള വാക്കിന്റെ അർത്ഥം നിശബ്ദത, ആശയക്കുഴപ്പം, പ്രത്യാശയില്ലായ്മ, ദൈവശബ്ദം കേൾക്കുവാനില്ലാത്ത ഒരവസ്ഥ. മനുഷ്യന്റെ ശബ്ദം കേൾക്കുവാനുണ്ട്, മനുഷ്യന്റെ അഭിപ്രായം കേൾക്കുവാനുണ്ട്. പക്ഷെങ്കിൽ മനുഷ്യന്റെ അഭിപ്രായങ്ങൾക്ക് സ്ഥിരതയില്ല. ഇപ്പോൾ യേസ് എന്ന് പറയും, പിന്നെ നോ എന്ന് പറയും. അവരുടെ പ്രകാശത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ഉള്ളിൽ ഒരു വലിയൊരു കൺഫ്യൂഷൻസ്. എങ്ങനെ പോകണം, എങ്ങനെ ചലിക്കണം, എവിടേക്ക് തിരിയണമെന്ന് ഒരു നിശ്ചയമില്ല. അതിനുശേഷം വേറൊരു കൂട്ടം അവരിൽ തന്നെയുണ്ട്, അവർക്ക് പ്രത്യാശയില്ല. ഓ, ഇനിയും നല്ലതൊന്നും ഭവിക്കാൻ പോകുന്നില്ല, ലോകം ഇങ്ങനെ പോവുകയുള്ളൂ. എന്ത് സംഭവിച്ചിരുന്നാലും ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചുള്ളതായ ഒരു സന്ദേശമാണ് അവരുടെ മുൻപിൽ എത്തുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഒരു വീഡിയോ ദർശിക്കുകയുണ്ടായി. ഒരു വാഴമരത്തിൽ നിന്ന്, ഒരു വാഴയിൽ നിന്ന് കരിക്കിൻ കുലകൾ ആർട്ടിഫിഷ്യലായിട്ട് അത് ഘടിപ്പിച്ചതിന് ശേഷം, അതിന് പിക്ചർ എടുത്തതിന് ശേഷം, അതിനെ രൂപം കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷണം.
പ്രിയപ്പെട്ടവരെ, ഒരു വാഴയിൽ നിന്ന് കരിക്കോ തേങ്ങായോ ഉണ്ടാകുന്നതല്ല ലോകാവസാനം. മനുഷ്യൻ്റെ ഉള്ളിൽ അന്ധകാരത്തെക്കുറിച്ചുള്ള ഒരു ഭയം നിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ടോ? പ്രത്യാശയില്ലാത്തതായ ഒരു ജീവിതത്തിന് അടിമയാണോ നീ? ആരോട് ചോദിച്ചിട്ടും നിനക്ക് മറുപടിയില്ലേ? ദൈവശബ്ദം കേൾക്കുവാൻ നീ ആഗ്രഹിച്ചിട്ടും നിനക്ക് സാധിക്കുന്നില്ലേ? കാവൽക്കാരൻ നിന്നോട് പറയുന്ന ഒരു മറുപടി, പ്രകാശവും രാത്രിയും വന്നിരിക്കുന്നു. നിന്റെ കണ്ണ് ഉയർത്തി നീ നോക്കുക. നിനക്ക് രാത്രി മാത്രമേ കാണുവാൻ കഴിയുന്നുള്ളൂ എങ്കിലും അതിന് അങ്ങേപ്പുറത്തൊരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തെ കാണുവാൻ പോയി വരിക. റിട്ടേൺ. നിങ്ങൾ തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശം ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു തിരുമുൽ കാഴ്ച നിന്റെ ഹൃദയത്തിൽ വെളിപ്പെടും. അവിടെ നിനക്ക് പ്രത്യാശയുണ്ട്. എന്ന് പറഞ്ഞാൽ നീ തിരിഞ്ഞ് മാനസാന്തരപ്പെട്ടാൽ ഉടനെ സമൃദ്ധിയും അനുഗ്രഹവും നീ പോകുന്നിട മുഴുവനും നിനക്കുള്ളതാകുമെന്നല്ല അതിൻ്റെ അർത്ഥം. അന്ധകാരത്തിൽ കൂടെ കടന്നു പോകുവാൻ ദൈവം നിനക്ക് പുതിയൊരു അഭിഷേകം തരും. അന്ധകാരം ഭൂമിയെയും കുരുട്ട് ജാതികളെയും മൂടും. എങ്കിലും യഹോവയ്ക്കായി കാത്തിരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം ഉദിക്കും. ആ പ്രകാശം അവനെ അന്ധകാരത്തിൽ കൂടെ നടകൊള്ളുവാൻ, അവനൊരു സന്തോഷം കൊടുക്കുവാൻ, അവൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുവാൻ, പ്രതികൂലങ്ങളെ ജയിക്കുവാനുള്ളതായ ഒരു പ്രത്യാശ അവൻ്റെ ഹൃദയത്തിൽ, ഒരു നിശ്ചയം, ഒരു ധൈര്യം അവന് കൊടുക്കും. അവനെ ദൈവം കൈവിടുകയില്ല, പ്രകാശത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതായ ഒരു നിശ്ചയം അവൻ്റെ ഉള്ളിൽ വരും. അവനിൽ നിന്ന് ചോദ്യം മാറും. അതുവരെയും അവൻ്റെ ഹൃദയത്തിൽ ചോദ്യം, കാവൽക്കാരാ, രാത്രി എന്തായി? രാത്രി എന്തായി? ദാവീദ് പറയുന്ന, കർത്താവേ, നീ മൗനമായിരിക്കരുത്. നീ മൗനമായിരുന്നാൽ എൻ്റെ പ്രാണൻ പാതാളത്തിലേക്ക് പോകുന്നത് പോലെ ആയിപ്പോകും. 28-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. രാത്രി എന്ന് പറഞ്ഞാൽ ന്യായവിധിയുടെ സമയം, ആശയക്കുഴപ്പം, കാഴ്ച നഷ്ടപ്പെടുന്ന അനുഭവം. ലോകം ഇന്ന് ഈ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. യൗവന ലോകം, വിദ്യാഭ്യാസമുള്ളവർ, പഠിത്തമുള്ളവർ, ജ്ഞാനികൾ, വിവേകികൾ ആശയക്കുഴപ്പത്തിന് അടിമയാണ്. പലരും പല രീതിയിൽ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ അവർ പല വാർത്തകൾ കേൾക്കുന്നു. ഏതാണ് ശരി? ആരാണ് സത്യം പറയുന്നത്? എവിടെ നിന്നാണ് സത്യമായ ഒരു വാർത്ത ലഭിക്കുന്നത്? എവിടെ നിന്ന് കിട്ടുന്നതിലും എല്ലാം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങൾ, ജീവിതത്തിൽ വഴിമുട്ടിക്കുന്നതായ ഓരോരോ അഭിപ്രായങ്ങൾ മനുഷ്യൻ പറയുന്നു. മനുഷ്യൻ തന്നെ അവരുടെ സ്വന്തമായുള്ളതെല്ലാം അവർ മെനഞ്ഞുണ്ടാക്കുന്നു. പക്ഷെങ്കിൽ ദൈവത്തിനായി കാത്തിരിക്കുന്നവർ, കർത്താവിൻ്റെങ്കിലേക്ക് കാത്തിരിക്കുന്നവർ, നിന്റെ ഹൃദയം യഹോവയിൽ സ്ഥിരമാക്കുമ്പോൾ, ദൈവത്തിൽ നീ കടന്നു വരുമ്പോൾ, കർത്താവിനെ നിനക്ക് കാണുവാൻ കഴിയുമ്പോൾ, യേശുവിൻ്റെ വെളിച്ചത്തിൽ നിനക്ക് നടന്നു വരുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആ പ്രകാശത്തെ നിനക്ക് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനൊരു പേരുണ്ട്. എന്നെ അനുഗമിക്കുന്നവൻ ജീവന്റെ വെളിച്ചത്തിൽ നടക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. ജീവന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വെളിച്ചവും ഉണ്ട് എന്നർത്ഥം. ചില വെളിച്ചത്തിൽ ജീവനില്ല, വെളിച്ചമുണ്ടെന്നേ ഉള്ളൂ. അത് ലോകത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയെ കാണിക്കുന്നു. എന്നാൽ ഒരു മനുഷ്യൻ ക്രിസ്തുവിലാകുമ്പോൾ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചത്തിലേക്കുള്ള ഒരു ദർശനം പ്രാപിച്ചവൻ, അവനിൽ ജീവനുണ്ട്, അവനിൽ ജീവന്റെ സമൃദ്ധിയുണ്ട്. ആ ജീവന്റെ സമൃദ്ധി അവന് കൊടുക്കുവാൻ, സമൃദ്ധിയായ ജീവൻ കൊടുക്കുവാൻ, അതാണ് കർത്താവ് പറഞ്ഞത്. അവന് ജീവൻ കൊടുക്കുവാൻ പോരാ, കർത്താവിന് തൃപ്തിയായില്ല. ജീവൻ കൊണ്ട് അവന് അധിക ദൂരം സഞ്ചരിക്കുവാൻ കഴിയില്ല എന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് വീണ്ടും എടുത്തു പറയാണ്, സമൃദ്ധിയായ ജീവൻ. അതെന്താണ് സമൃദ്ധിയായ ജീവൻ എന്ന് കർത്താവ് വീണ്ടും പറഞ്ഞത്? നിനക്ക് ലഭിക്കുന്നതായ ജീവനിൽ നിന്ന് നിനക്ക് സമൃദ്ധിയിലേക്കുള്ള ഒരു വളർച്ച ഉണ്ടാകണം. അത് കർത്താവിൽ നിന്ന് ലഭ്യമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവത്തിലെ മക്കളെ, കഷ്ടതയും സങ്കടവും ആശയക്കുഴപ്പങ്ങളും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെയും അനേക മാനുഷികായ ദർശനങ്ങളുടെയും അടിവാരത്തിൽ വന്ന് രാത്രിയെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടായി മനസ്സിൽ ഭാരപ്പെട്ട് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, കാഴ്ച നഷ്ടപ്പെട്ടവരായി, ഉത്തരം നഷ്ടപ്പെട്ടവരായി, ആരിൽ നിന്നും മറുപടി ലഭിക്കാതെ ഭാരപ്പെടുന്ന ഹൃദയങ്ങളോട് കർത്താവിന് ഈ പ്രഭാതത്തിൽ സംസാരിക്കുവാനുണ്ട്. അവരുടെ മുൻപിൽ അവർക്ക് വേണ്ടി ചില കാവൽക്കാർ വിളിച്ചു പറയുന്നു, രാത്രിയും പ്രകാശവും ഇതാ വന്നിരിക്കുന്നു. രാത്രിയോടൊപ്പം പ്രഭാതവും വന്നിരിക്കുന്നു.
പ്രഭാതത്തിനോടൊപ്പം രാത്രിയും വന്നിരിക്കുന്നു. നിനക്ക് കാണണമെങ്കിൽ കാണുക, ചോദിക്കണമെങ്കിൽ ചോദിക്കുക, നിനക്കതിനെ പ്രാപിക്കുവാൻ കഴിയുമെങ്കിൽ പ്രാപിക്കുക, പോയി വരിക. നീ ഇപ്പോൾ പോകുന്ന പോലെ പോയിട്ട് വരിക. യു റിട്ടേൺ, ഇംഗ്ലീഷിൽ പറയുന്നത് യു റിട്ടേൺ. നിനക്കൊരു തിരിച്ചു വരവുണ്ടാകുന്നുണ്ടെങ്കിൽ നീ ഭയപ്പെട്ടതായ രാത്രിയെ നിന്റെ മുൻപിൽ നിന്ന് മാറ്റിക്കൊണ്ട് ദൈവം ഒരു പ്രകാശം അവിടെ ഉദിപ്പിക്കും. നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം, എവിടെ പോയിരുന്നാലും ആത്മീക ജീവിതത്തിൽ പ്രകാശം നഷ്ടപ്പെട്ടാൽ, പ്രത്യാശ പ്രാപിക്കേണ്ടതായ സ്ഥാനങ്ങളിൽ നാം ജീവനില്ലാത്ത വെളിച്ചത്തിൽ ആശ്രയിച്ചാൽ അല്പനേരം മാത്രമേ ആ പ്രകാശം നിലനിൽക്കുകയുള്ളൂ. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ട് വീണ്ടും നമ്മെ മൂടും, അന്ധകാരം ഭൂമിയെ മൂടും, കൂരിരുട്ട് ജാതികളിൽ വ്യാപിക്കും. എങ്കിലും കർത്താവിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനം അവനിൽ സന്തോഷിക്കും. യഹോവയ്ക്കായി ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവത്തിനായി കർത്താവിനായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രൈസ് ദി ലോർഡ്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അനേകർ ഭൂമിയിൽ നടന്ന് ക്ഷീണിക്കുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ കഴുകന്മാരെ പോലെ ചിറകടിക്കും. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് അങ്ങ് പോവുക എന്നുള്ളതല്ല, ആ അന്ധകാരത്തിൽ നടക്കുവാൻ, നടകൊള്ളുവാൻ, പറന്ന് നടക്കുവാൻ വേണ്ടി സഞ്ചരിക്കുവാൻ ദൈവം അവർക്ക് വിശ്വാസത്തിന്റെ ചിറകുകൾ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ട് പ്രിയരെ. അനേക ഭക്തന്മാർ ഈ പ്രകാശത്തെ കണ്ടു. ഈ പ്രകാശം നിമിത്തം അവരുടെ ജീവനെ അവർ ഉപേക്ഷിച്ചു. ഈ ലോകവും അതിൻ്റെ മോഹങ്ങളും വലുതായിട്ട് അവർ എണ്ണിയില്ല. അവരുടെ ജീവനെ അവർ വിലയേറിയതായി എണ്ണിയില്ല. കാരണം അവരുടെ മുൻപിൽ ഒരു വലിയ പ്രകാശം സഞ്ചരിക്കുന്നത് അവർ കണ്ടു. അവർ സഞ്ചരിച്ച ലോകത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. മറുപടി കൊടുക്കുവാൻ ആർക്കും കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കാവൽക്കാർ നിന്നോട് പറയുന്നതായ ഒരു മറുപടി, കാവൽക്കാർക്ക് നിന്നോടുള്ളതായ ഒരു സന്ദേശം, ദൈവം പ്രാർത്ഥിക്കുന്ന ജനത്തെ, ജാഗരിക്കുന്ന ജനങ്ങളെ അവിടെ ഇവിടായി ആക്കി വെച്ചിരിക്കുന്നു. അവർ കേവലം വിളിച്ചു പറയുന്നവർ മാത്രമല്ല, രാത്രിയുടെ യാമങ്ങളിൽ ദൈവജനത്തിനു വേണ്ടി, അന്ധകാരത്തിൽ വസിക്കുന്നവർക്ക് വേണ്ടി, ചെറുപ്പക്കാർക്ക് വേണ്ടി, വരും തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന ഒരു കൂട്ടം കാവൽക്കാർ ദേശങ്ങളിലുണ്ട്, ഇതര ദേശങ്ങളിലുണ്ട്, ഇതര രാജ്യങ്ങളിലുണ്ട്, സകല ഭാഷകളിലുമുണ്ട്. നിനക്ക് അവരുടെ കുറിച്ചുള്ളതായ ഒരു ദർശനം നിന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ചോദിക്കുക, കാവൽക്കാരാ, സമയം എന്തായി? രാത്രി എന്തായി? എപ്പോഴാണ് ഈ രാത്രി കഴിയുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ ഈ രാത്രിയുടെ യാമങ്ങൾ തീരുന്ന ഒരു ദിവസമുണ്ടോ? അവർ പറയും, യെസ്, രാത്രിയും പ്രഭാതവും ഇതാ വരുന്നു. ന്യായവിധി വരുന്നു, പ്രത്യാശയും വരുന്നു, സങ്കടം വരുന്നു, അതോടുകൂടെ സന്തോഷവും വരുന്നു. നീ ചോദിക്കണമെങ്കിൽ ചോദിച്ചു കൊള്ളുക, അത് തരുവാൻ ദൈവം ശക്തനാണ്. പ്രഭാതത്തെയും രാത്രിയെയും സൃഷ്ടിച്ചതായ കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കയില്ല, അവൻ ജീവന്റെ വെളിച്ചത്തിൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഈ ജീവന്റെ വെളിച്ചത്തിൽ നടക്കുവാനുള്ള ഭാഗ്യം നമുക്ക്, നമ്മുടെ തലമുറകൾക്കും ആ ജീവന്റെ വെളിച്ചത്തിലേക്കുള്ളതായ ഒരു പാതയെ കാണിച്ചു കൊടുക്കുവാൻ, കാവൽക്കാരായിരിക്കുവാൻ തക്കവണ്ണം ദേശത്തുനിന്ന് ദൈവം കാവൽക്കാരെ നോക്കുന്നു. അതിനുള്ളൊരു ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.